ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് GL പോസ്റ്റിംഗ് ആണ്, അതായത് ട്രാൻസാക്ഷൻ പോസ്റ്റിംഗ്. ഇതിനെ നമുക്ക് ജേണൽ എൻട്രി പോസ്റ്റിംഗ് എന്ന് പറയാം. എങ്ങനെ SAPയിൽ നമ്മളൊരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. SAPയിൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ബേസിക് അക്കൗണ്ടിങ് സ്കിൽ ഉണ്ടായിരിക്കണം. ബേസിക്കായിട്ട് ഒരു അക്കൗണ്ടിങ് നോളജ് ഉള്ള ഏതൊരാൾക്കും നമുക്ക് ഇതിനകത്തിൽ SAPയിൽ ഈസി ആയിട്ട് ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ SAPയിൽ ചെയ്യുന്നതെന്ന് മാത്രം നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിവിടെ രണ്ട് രീതിയിൽ GL പോസ്റ്റ് ചെയ്യാം. ഒന്ന് FB50, രണ്ടാമത്തെ ഒരു സ്ക്രീനുണ്ട്, അത് F-02. അങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാം. നമുക്ക് ആദ്യം FB50 വഴി എങ്ങനെ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് നേരെ SAP സോഫ്റ്റ്വെയറിലോട്ട് കയറാം. ഓക്കെ, ഇവിടെ നമുക്ക് നേരെ FB50 ടൈപ്പ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ സീക്വൻസ് വഴിയും പോവാം. സീക്വൻസ് SAP മെനു, അക്കൗണ്ടിങ്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, ജനറൽ ലെഡ്ജർ, ഡോക്യുമെൻ്റ് എൻട്രി, FB50. F-02ൻ്റെ സീക്വൻസും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം FB50ൽ കയറാം. ഓക്കെ, ആദ്യം ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾ എപ്പോഴും ടൈറ്റിൽ ബാർ ചെക്ക് ചെയ്യണം, നമ്മൾ എടുത്തിരിക്കുന്ന സ്ക്രീൻ തന്നെ ആണോ. അതിനുശേഷം നമ്മുടെ കമ്പനി കോഡ് അവിടെ കാണും. ഇത് ഇവിടെയും കമ്പനി കോഡുണ്ട്. കമ്പനി കോഡ് കൺഫേം ചെയ്യുക. ഇനി കമ്പനി കോഡ് വേറെ ആണെങ്കിൽ സ്വിച്ച് കമ്പനി കോഡുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കമ്പനി കോഡ് ചേഞ്ച് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ ഡേറ്റ് എൻ്റർ ചെയ്യാം. ഒന്നിലിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓപ്പൺ ആക്കിയിട്ട് കലണ്ടറിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇവിടെ റെഫറൻസ്, ഡോക്യുമെൻ്റ് ഹെഡ്, ടെസ്റ്റ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക. അപ്പോൾ ഞാനിത് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ട് നേരെ GL അക്കൗണ്ടിലോട്ട് പോവുകയാണ്. ഈ ബോക്സിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ GL അക്കൗണ്ടിന് താഴത്തെ ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ സെർച്ച് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റെൻ്റാണ്. ഇപ്പോൾ റെൻറ്റിൻ്റെ ജേണൽ എൻട്രി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. റെൻ്റ് അക്കൗണ്ട് ടു ബാങ്ക്. റെൻറ്റ് ഡെബിറ്റ് ചെയ്യണം, റെൻ്റ് അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം. എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ്, ബിസിനസ് ഏരിയ, കോസ്റ്റ് സെൻറ്റർ. ഓക്കെ, കോസ്റ്റ് സെൻറ്റർ നമുക്ക് പ്രൈമറി കോസ്റ്റിന് മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിനോ ബാലൻസ് ഷീറ്റ് ഐറ്റംസിനോ കോസ്റ്റ് സെൻറ്റർ വരത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ റെൻ്റ് എടുക്കാം, റെൻ്റ് അക്കൗണ്ട് എടുക്കാം. ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് നേരെ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സെർച്ച് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എൻ്റർ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഡെബിറ്റ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഞാനിവിടെ റെൻ്റാണ് എടുക്കുന്നത്. അതിനുശേഷം ഇവിടെ ഷോർട്ട് ടെക്സ്റ്റ് കാണിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ നിങ്ങളൊന്ന് എൻ്റർ ചെയ്യേണ്ട, ആ സിസ്റ്റം ഫില്ല് ചെയ്തോളും. അതിനുശേഷം ഇവിടെ DC എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഡെബിറ്റ് ക്രെഡിറ്റ് ഇൻഡിക്കേറ്റർ ആണത്. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡെബിറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എമൗണ്ട് കൊടുക്കുക. ഇവിടെ തൊട്ടപ്പുറത്ത് എമൗണ്ട് ഇൻ ഡോക്യുമെൻ്റ് കറൻസിയിൽ നിങ്ങളുടെ ട്രാൻസാക്ഷൻ എമൗണ്ട് കൊടുക്കുക. അപ്പോൾ ഞാനവിടെ 20,000 എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ടാബ് ചെയ്യുക. ഒന്നുകിൽ ഇവിടെ നിന്ന് താഴെ നിന്ന് സ്ക്രോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ ടെക്സ്റ്റ് വരും, അവിടെ റെൻറ്റ് പെയ്ഡ് എന്ന്, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ഫീൽഡിലൊന്നും എൻ്റർ ചെയ്യുന്നില്ല, ബേസിക് ഫീൽഡിൽ മാത്രമേ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വാല്യൂ ഡേറ്റോ അസൈൻമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമേ എൻ്റർ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഞാനിവിടെ ബിസിനസ് ഏരിയ എൻ്റർ ചെയ്യാണ്. ബിസിനസ് ഏരിയ ട്രിവാൻഡ്രം. ഇപ്പോൾ ഞാനിത് ഓൾറെഡി ക്രിയേറ്റഡ് ആണ്, നമ്മൾ ആദ്യമേ എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിനുശേഷം ഇവിടെ കോസ്റ്റ് സെൻറ്റർ എൻ്റർ ചെയ്യുക. കോസ്റ്റ് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കുക. ഇവിടെ ചില സമയത്ത് കൺട്രോളിങ് ഏരിയയും കമ്പനി കോഡും ഒക്കെ മാറിക്കിടക്കുക, ഇതെപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളുടെ തന്നെ ഇൻഫർമേഷൻ ആണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടാറ്റ അൾട്രോസ് ആണ് കൊടുക്കുന്നത്, അത് എൻ്റർ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ലൈൻ ഐറ്റം നമ്മൾ എൻ്റർ ചെയ്തു. ഇനി അതിൻ്റെ സെക്കൻഡ് ലൈൻ ഐറ്റം ബാങ്ക് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ബാങ്ക് എൻ്റർ ചെയ്യുക. അതിനുശേഷം ക്രെഡിറ്റ്, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ഇൻഡിക്കേറ്ററിനകത്ത് ക്രെഡിറ്റ് കൊടുക്കുക. സെയിം എമൗണ്ട്, ഒന്നീ സെയിം എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ സ്റ്റാർ ബട്ടൺ കൊടുത്താൽ മതി. ഒന്നീ സെയിം എമൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റാർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതവിടെ കോപ്പി ആയി കിട്ടും. അതിനുശേഷം ടെക്സ്റ്റ് കൊടുക്കണം. ടെക്സ്റ്റ് ഒന്നീ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ പ്ലസിൻ്റെ സിമ്പിൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ടെക്സ്റ്റ് തൊട്ട് മുകളിലത്തെ ടെക്സ്റ്റ് താഴോട്ട് കോപ്പി ചെയ്ത് കിട്ടും. ഓക്കെ, അതിനുശേഷം ബിസിനസ് ഏരിയ കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് കോസ്റ്റ് സെൻറ്ററിൻ്റെ ആവശ്യമില്ല, കാരണം ഇതൊരു ബാലൻസ് ഷീറ്റ് ഐറ്റമാണ്. മുകളിലത്തെ ലൈൻ ഐറ്റം എന്ന് പറയുന്നത് പ്രൈമറി കോസ്റ്റ് ആയിരുന്നു. ഓക്കെ, അതിനുശേഷം നേരെ സേവ് ചെയ്യുക, അല്ലെങ്കിൽ സിമുലേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രിവ്യൂ കിട്ടും. ഇങ്ങനെ ഒരു പ്രിവ്യൂ കിട്ടും. ഈ പ്രിവ്യൂ നോക്കിയതിന് ശേഷം കറക്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ കൂടെ പോസ്റ്റ് ചെയ്താൽ മതി.
ഇപ്പോൾ ട്രാൻസാക്ഷൻ പോസ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേ എടുത്ത് നോക്കാം. ഡോക്യുമെൻ്റ് എടുക്കുക, ഡിസ്പ്ലേ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഒരു ഡിസ്പ്ലേ വരുന്നത്. റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 40 ആണ്. നമുക്കിവിടെ സിസ്റ്റം പോസ്റ്റിംഗ് കീസ് വെച്ചിട്ടാണ് ഡെബിറ്റും ക്രെഡിറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പോസ്റ്റിംഗ് കീ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ 40 മീൻസ് ഡെബിറ്റ് എന്നാണ്. 40 ഡെബിറ്റ് എൻട്രി, 50 ക്രെഡിറ്റ് എൻട്രി. ഇപ്പോൾ സിസ്റ്റം ഇങ്ങനെ ആയിരിക്കും ഡെബിറ്റും ക്രെഡിറ്റിനെയും തിരിച്ചറിയുന്നത്. ഇതിപ്പോൾ GL പോസ്റ്റിങ്ങിൻ്റെ സ്ക്രീനിൽ മാത്രമാണ് ഈ 40-50 വരുന്നത്. വെണ്ടർ ഇൻവോയ്സ്, കസ്റ്റമർ ഇൻവോയ്സിലോട്ടൊക്കെ വരുമ്പം ആ ഒരു മൊഡ്യൂളിൻ്റെ പോസ്റ്റിംഗ് കീസ് ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, കമ്പനി കോഡ്, ഫസ്റ്റ് ലൈൻ ഐറ്റം, ഡെബിറ്റ്, റെൻറ്റിൻ്റെ GL നമ്പറാണിത്, റെൻ്റ് അക്കൗണ്ട്, എമൗണ്ട്, കറൻസി, ബിസിനസ് ഏരിയ, കോസ്റ്റ് സെൻറ്റർ, പ്രോഫിറ്റ് സെൻറ്റർ. ഓക്കെ, നമുക്കറിയാം കോസ്റ്റ് സെൻറ്ററും പ്രോഫിറ്റ് സെൻറ്ററും തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് കോസ്റ്റ് സെൻറ്റർ കൊടുക്കുമ്പോൾ തന്നെ പ്രോഫിറ്റ് സെൻറ്ററോടെ കയറി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നത്. ഇനി അതേപോലെ നമുക്ക് F-02 ഒരു ട്രാൻസാക്ഷൻ എങ്ങനെ ചെയ്യുന്നതെന്ന്